നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ പിണറായി അനുകൂല പ്രസ്താവന കോൺഗ്രസിനെ അങ്കലാപ്പിലാക്കുകയും ചിന്താക്കുഴപ്പത്തിലാക്കുകയും ചെയ്തിരിക്കുകയാണ്. തങ്ങളുടെ പിന്തുണ പിണറായി വിജയനാണെന്നും ശബരിമല വിഷയത്തിൽ പിണറായി വിജയനും സർക്കാരും NSSനോട് അനുകൂലമായ നിലപാട് കൈക്കൊള്ളുന്നു, അല്ലെങ്കിൽ NSS ഉയർത്തിയ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുന്നു എന്നുള്ള അവസ്ഥ സംജാതമായിരിക്കുകയാണെന്നും അതുകൊണ്ട് സർക്കാരിനെ തങ്ങൾ ഇക്കാര്യത്തിൽ വിശ്വസിക്കുന്നുവെന്നാണ് ജി സുകുമാരൻ നായർ പറഞ്ഞത്. ഇത് പിണറായിക്കുള്ള തുറന്ന പിന്തുണയായി വ്യാഖ്യാനിക്കപ്പെട്ടു. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് സർക്കാരിനെയും പിണറായി വിജയനെയും തങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ജി സുകുമാരൻ നായർ തുറന്നു പറഞ്ഞത്. അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ തലയ്ക്കുള്ള അടിയായി ആ അഭിമുഖം. അതോടുകൂടി അങ്കലാപ്പിലായ ചിന്താക്കുഴപ്പത്തിലായ കോൺഗ്രസ് നേതൃത്വം എങ്ങനെയും സുകുമാരൻ നായരെ ഒന്ന് സമാശ്വസിപ്പിച്ച് തങ്ങളുടെ കൂടെ നിർത്താനുള്ള നീക്കം സജീവമാക്കി. എന്നാൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലൊന്നും വിചാരിച്ചാൽ സുകുമാരൻ നായർ അയയില്ല എന്ന ഒരു വിവരം അവർക്ക് ലഭിച്ചു. അതോടുകൂടി പിന്നെ എന്ത് ചെയ്യണമെന്നുള്ള അങ്കലാപ്പിലായി. അങ്ങനെയാണ് പ്രിയങ്ക ഗാന്ധിയെ രംഗത്തിറക്കാമെന്ന് വച്ചത്. പ്രിയങ്ക ഗാന്ധി നേരിട്ട് വന്ന് ജി സുകുമാരൻ നായരെ കണ്ട് സംസാരിച്ചാൽ മഞ്ഞുരുകുമെന്നും UDFനോടും കോൺഗ്രസിനോടുള്ള എതിർപ്പിന്റെ കാഠിന്യം അദ്ദേഹം കുറയ്ക്കുമെന്നുമാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ വിശ്വസിക്കുന്നത്. സംസ്ഥാനത്തെ നേതാക്കൾ ആരും അങ്ങോട്ട് ചെല്ലണ്ട എന്ന് സുകുമാരൻ നായർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് VD സതീശനോ അല്ലെങ്കിൽ KC വേണുഗോപാലോ സണ്ണി ജോസഫ് ഒന്നും തന്നെ കാണാൻ അങ്ങോട്ട് വരേണ്ടതില്ല എന്നും തങ്ങളുടെ നിലപാട് തികച്ചും രാഷ്ട്രീയമാണെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞതോടെയാണ് സാക്ഷാൽ പ്രിയങ്ക ഗാന്ധിയെ രംഗത്തിറക്കാനുള്ള നീക്കവുമായി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകുന്നത്. പ്രിയങ്ക ഗാന്ധി നേരിട്ട് വന്ന് സുകുമാരൻ നായരെ കണ്ട് സംസാരിച്ചാൽ ഒരുപക്ഷെ ഈ സർക്കാർ അനുകൂല നിലപാടിൽ നിന്ന് അദ്ദേഹം പിന്നോക്കം പോകുമെന്നുള്ള പ്രതീക്ഷയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. എന്നാൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ലെന്ന് NSS വൃത്തങ്ങൾ സൂചനയും നൽകുന്നു. പ്രിയങ്ക ഗാന്ധി വരുന്നതിലും സംസാരിക്കുന്നതിലും വിരോധമില്ല. പക്ഷേ പ്രശ്നാധിഷ്ഠിത പിന്തുണയാണ് NSS സർക്കാരിന് പ്രഖ്യാപിച്ചത്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ എന്ത് അറ്റം വരെ പോകുമെന്നുള്ള നിലപാട് സർക്കാർ എടുത്തതോടെ NSSന് സർക്കാരിനോട് പ്രത്യേകിച്ച് വിരോധമോ എതിർപ്പോ ഇല്ലാതായി. കാരണം ശബരിമല വിഷയത്തിൽ സർക്കാർ നേരത്തെ എടുത്ത നടപടികളാണ് NSSനെ പ്രകോപിപ്പിച്ചതും സർക്കാരിനെതിരെ അവർ തിരിയാൻ കാരണമാക്കിയതും. ഇപ്പോൾ ആ പഴയ നിലപാടിൽ നിന്നും പിണറായി വിജയനും CPMഉം സർക്കാരും പിന്നോക്കം പോയി. അപ്പോൾ പിന്നെ സർക്കാരിനെ പിന്തുണച്ചാൽ എന്താ കുഴപ്പമെന്നാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ചോദിക്കുന്നത്. ഇതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് അങ്കലാപ്പിലായത് എന്ന് മാത്രമല്ല കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥ സംജാതമാവുകയും ചെയ്തു. കാരണം വരുന്ന തെരഞ്ഞെടുപ്പിൽ NSS പിന്തുണ തങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു, ആശയിലായിരുന്നു കോൺഗ്രസ് നേതാക്കൾ. കാരണം CPMനോടും പിണറായി വിജയനോടുമുള്ള എതിർപ്പ് ഒരിക്കലും ജി സുകുമാരൻ നായർ മറച്ചു വച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറേ വോട്ടുകൾ BJPക്ക് ആയാലും ബാക്കി വോട്ടുകൾ കോൺഗ്രസിനും UDFനും ലഭിക്കുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ പിണറായി വിജയനെ പരസ്യമായി പിന്തുണച്ച് അദ്ദേഹം സംസാരിച്ചതോടുകൂടി ആ പ്രതീക്ഷ പൂർണ്ണമായും അറ്റുപോവുകയായിരുന്നു. ഇപ്പോഴിതാ ഇനി പ്രിയങ്ക ഗാന്ധിയെങ്കിലും രംഗത്തിറത്തി. പ്രിയങ്ക ഗാന്ധി വന്നാൽ ഇനി തന്നെ കാണാൻ വരണമെന്ന് അദ്ദേഹം പറയില്ല എന്നുള്ള ഉറച്ച വിശ്വാസം കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് സാക്ഷാൽ പ്രിയങ്ക ഗാന്ധിയെ രംഗത്തിറക്കി പ്രിയങ്ക നേരിട്ട് നിന്ന് സുകുമാരൻ നായരെ കണ്ട് പ്രശ്നങ്ങളെല്ലാം സെറ്റിൽ ചെയ്ത് മുന്നോട്ട് പോകട്ടെ എന്നുള്ള ഒരു നിശ്ചയത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. ഏതായാലും ഇക്കാര്യത്തിൽ ഉടനെ തന്നെ തീരുമാനമുണ്ടാവും. പ്രിയങ്ക ഗാന്ധി വരുന്ന മാസം കേരളത്തിൽ വീണ്ടും വരുമ്പോൾ സുകുമാരൻ നായരെ നേരിട്ട് കാണാനുള്ള അല്ലെങ്കിൽ അവിടെ വരുന്ന NSS ആസ്ഥാനം സന്ദർശിക്കാനുള്ള കാര്യപരിപാടികൾ കോൺഗ്രസ് നേതൃത്വം ഒരുക്കുന്നുണ്ട്. അത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ സുകുമാരൻ നായർ ഇപ്പോഴും ദൃഢനിശ്ചയത്തിലാണ്. അദ്ദേഹം പിണറായി വിജയന് കൊടുത്ത പിന്തുണ പിൻവലിക്കില്ല. ഇനി കോൺഗ്രസ് നേതൃത്വം എന്ത് ചെയ്യുന്നുവെന്ന് ഞങ്ങൾ നോക്കിയിരിക്കുകയാണെന്നാണ് NSS വൃത്തങ്ങൾ പറയുന്നത്. ഏതായാലും പ്രിയങ്ക ഗാന്ധി സന്ദർശിച്ചാലും ഒരുപക്ഷെ തീരുമാനത്തിൽ നിന്ന് മാറ്റമുണ്ടാകാൻ പോകുന്നില്ല എന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്.